ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചെറിയൊരു ട്രെയിൻ റൈഡാണ്. കൽബയിലെ പുതിയ അട്രാക്ഷനായ ഹാങ്ങിങ് ഗാർഡനിലെ ഒരു ട്രെയിൻ റൈഡാണിത്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരാൾക്ക് 2 ദിറമാണ്. അത് വലിയ ആൾക്കായാലും ചെറിയ കുട്ടികൾക്കായാലും സെയിം പ്രൈസ് തന്നെയാണ്. ഇതിൻ്റെ ടിക്കറ്റ് ഈ കൽബ ഹാങ്ങിങ് ഗാർഡൻ്റെ പുറത്ത് തന്നെ മെയിൻ ടിക്കറ്റ് ആയിട്ടുണ്ട്. അതായത് എൻട്രി ടിക്കറ്റ് 5 ദിറം എക്സ്ട്രാ ആണ്. അതിന് പുറമെയാണ് ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് വരുന്നത്. നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ അവരൊന്നും ചോദിക്കില്ല ട്രെയിൻ ടിക്കറ്റ് വേണമെന്നൊന്നും. നമ്മൾ അതേപോലെ തന്നെയായിരുന്നു. ട്രെയിനിൽ കയറാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അവർ പറഞ്ഞിട്ടുണ്ടായ ഫ്രണ്ടിൽ പോയിട്ട് ഒരു 2 ദിറത്തിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നെന്ന്. അതുകൊണ്ട് ഇൻ കേസ് ഇതിൽ കയറാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പാർക്കിൽ കയറുമ്പോൾ തന്നെ എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് കൂടി എടുക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഇത് അടിപൊളിയൊരു ട്രെയിൻ റൈഡാണ്. പക്ഷേ സ്പീഡൊന്നുമില്ല. അതായത് സ്പീഡ് സാധാരണ കുട്ടികളുടെ ട്രെയിൻ റൈഡ് പോലെ തന്നെ അത് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് 2x സ്പീഡാക്കിയിട്ടാണുള്ളത്. പക്ഷേ എന്ത് തന്നെയായാലും നല്ലൊരു അടിപൊളി റൈഡ് തന്നെയാണ്. ആ വാട്ടർഫാളിൻ്റെ ലുക്കൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും അത്ര നമുക്ക് നഷ്ടമായിട്ട് തോന്നില്ല. പിന്നെ വളരെ ചെറിയ എൻട്രി ഫീ മാത്രമല്ലേ ഉള്ളൂ. ഈ ഒരു വലിയ പാർക്കിൻ്റെ അകത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് 2 സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ കയറാൻ പറ്റുന്നത്. നമ്മൾ വിചാരിച്ച പോലെ കൈ നീട്ടിയാലൊന്നും അവർ സ്റ്റോപ്പ് ചെയ്ത് തരത്തില്ല. ഈ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ പോകണം. നമ്മൾ ഇതിൻ്റെ മുന്നേയും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇൻ കേസ് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഞാനിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പിന്നെ ഈ കാർഡിലും കൊടുത്തേക്കാം. അന്ന് നമ്മൾ വന്നപ്പോൾ ട്രെയിൻ എവിടെയും കണ്ടിട്ടുണ്ടായില്ല. അന്ന് പക്ഷേ വീക്ക് ഡേ ആണ് വന്നിട്ടുണ്ടായത്. അതുകൊണ്ടായിരിക്കണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ട്രെയിൻ ഇല്ലാതിരുന്നത്. ഇതിപ്പോൾ വീക്കെൻഡ് ആയിരുന്നു ഇന്ന് പോയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ നല്ല റഷായിരുന്നു. ഓരോ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ റൗണ്ടായിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു ട്രെയിനാണ്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഒരുമിച്ച് തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാട്ടർഫാളിൻ്റെ ലുക്ക് അത് വേറെ തന്നെയാണ്. നമ്മൾ ഈ റോഡിലൊക്കെ കാറിലൂടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഒരു ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ട്രെയിനിൽ പോകുമ്പോഴും കാണാൻ വേണ്ടി പറ്റുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ പോകുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ ആ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റും കൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നെ എടുക്കണമെന്ന് വിചാരിച്ചാൽ കുറച്ച് മെനക്കേടാണ്. കാരണം ഇത് വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ എൻട്രൻസിൽ വരെ വന്നിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ പോകുന്ന ആൾക്കാർ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചെറിയൊരു റേറ്റാണ്, അത്ര നഷ്ടമായിട്ടൊന്നും നമുക്ക് തോന്നത്തുമില്ല. പിന്നെ ഈ പാർക്ക് മൊത്തം നമുക്കൊന്ന് ട്രെയിനിൽ റൈഡ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി പ്ലേസാണ്. ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കണം. അപ്പം വീണ്ടും അടുത്തൊരാഴ്ച പുതിയൊരു സ്ഥലവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.